ഇതാണ് നമ്മുടെ ഇപ്പോൾ ഇരിക്കുന്ന എക്സോസ്റ്റ് സ്റ്റോക്കാണ്. ഇതിൻ്റെ സൗണ്ട് ജസ്റ്റ് ഒന്ന് കേൾപ്പിക്കാം. ഇതാണ് നമ്മൾ വെക്കാൻ പോണ എക്സോസ്റ്റ്. ഇതിൻ്റെ എല്ലങ്കി ബോൾട്ടൊക്കെ ഊരിയിട്ട് നമ്മൾ ഈ പുറത്തത്തെ ഈ പോർഷൻ നമ്മൾ ഊരിയെടുത്തിട്ടുണ്ട്. അപ്പോൾ വിചാരിച്ചത്രയ്ക്കും ഇതിൻ്റെ ഉള്ളിലത്തെ വൂള് കത്തിപ്പോയിട്ടില്ലെങ്കിലും കുറച്ചൊക്കെ കരിയാണ് കണ്ടുള്ളൂ. മൊത്തം കത്തിപ്പോയിട്ടുണ്ടാവും എന്നാണ് വിചാരിച്ചായിരുന്നു. നല്ല രീതിക്ക് മൈലേജ് ഷോട്ടും പിന്നെ സൗണ്ട് ശരിക്കുള്ളതിനേക്കാളും നല്ല രീതിക്ക് കൂടിയ കാരണം അങ്ങനെയാണ് വിചാരിച്ചിരുന്നത്. അപ്പോൾ അറ്റത്തുള്ള മാത്രം കത്തിപ്പോയ കുറച്ച് വൂള് മാത്രം നമ്മൾ സ്ക്രൂ ഡ്രൈവർ കൊണ്ട് കുത്തി കളഞ്ഞിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് അവിടെ നമ്മുടെ കയ്യിലിരിക്കുന്ന സെറാമിക് വൂള് വെച്ച് ഫില്ല് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. സെറാമിക് വൂള് നമ്മുടെ കയ്യിൽ മുമ്പേ ഇരിക്കുന്നുണ്ടായിരുന്നത്, ഇപ്പോൾ മേടിച്ചതല്ല. മുൻപ് തൃശ്ശൂരിൽ നിന്ന് മേടിച്ചതാണ്. ഇത് നമ്മൾ ഷോപ്പിൽ നിന്ന് മേടിച്ചതല്ല, സ്വർണ്ണപ്പണിയൊക്കെ നടക്കുന്ന ഒരു സ്ഥലത്തു നിന്നാണ് ഈ സംഭവം മേടിച്ചത്. അപ്പോൾ നമ്മുടെ കുത്തി കളഞ്ഞു കഴിഞ്ഞ വൂള് ഇതാണ്. ഇത് മാറ്റിയിട്ട് നമ്മുടെ കയ്യിൽ ഇരിക്കുന്നത് നമ്മളിപ്പോൾ കൊടുക്കാൻ പോവാണ്. ഈ എക്സോസ്റ്റ് മോട്ടോ ടോർക്കിൻ്റെ ലോഞ്ചർ എന്ന് പറഞ്ഞൊരു എക്സോസ്റ്റാണ്. ഇതിന് നമുക്ക് ഏകദേശം 6000 രൂപയുടെ അടുത്താണ് റേറ്റ് വരുന്നത്. ഇത് ഇങ്ങനെ വെച്ചിട്ട് ജസ്റ്റ് ഇതിൻ്റെ സൗണ്ട് ഒന്ന് കേൾപ്പിക്കാം. അപ്പോൾ നമുക്ക് ഈ വൂള് ചെറിയ പീസായിട്ട് കീറിയിട്ട് ഇതിൻ്റെ ഇടയിൽ വെച്ച് കൊടുക്കാം. ഇതിൻ്റെ ഉള്ളിൽ ഗ്ലാസിൻ്റെ ചെറിയ ചെറിയ പൊടികളുണ്ടെന്നാണ് പറയണത്. ഇത് ഗ്ലാസ് വൂളാണിത്, സെറാമിക് വൂളല്ല, ഗ്ലാസ് വൂളാണ്. അപ്പോൾ ചെറിയ ചെറിയ പൊടികളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മുടെ വായിക്കൊക്കെ പോയി കഴിഞ്ഞാൽ അതൊക്കെ ദോഷം ചെയ്യും. അപ്പോൾ അതൊക്കെ ശ്രദ്ധിച്ചിട്ട് ചെയ്യാം. പിന്നെ ഇത് അത്യാവശ്യം നല്ല രീതിക്ക് ഫില്ലാവണ വരെ സ്ക്രൂ ഡ്രൈവർ വെച്ചിട്ട് ഇങ്ങനെ കുത്തി കൊടുക്കുക. ഇതിൻ്റെ ഈ അറ്റം വരെയുള്ളത് നമ്മൾ കളഞ്ഞിട്ടില്ലെങ്കിലും ആ കരിഞ്ഞ ഭാഗം കുറേയൊക്കെ കളഞ്ഞിട്ടുണ്ട്. കരിഞ്ഞ ആ വൂള് മൊത്തം നമ്മൾ കുത്തി കളഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് മൊത്തം ഫില്ലാവണ വരെ ഇതിങ്ങനെ വെച്ച് കൊടുക്കുക. പിന്നെ ഇത് വെച്ച് കൊടുക്കുമ്പോൾ എല്ലാ സൈഡിലും ഒരേപോലെ വെച്ച് കൊടുക്കാൻ നോക്കുക. അല്ലെങ്കിൽ ആ സെൻറ്ററിലുള്ള സംഭവം ഒരു സൈഡിലേക്ക് മാത്രമായിട്ട് ചെരിഞ്ഞ് നിൽക്കും. അപ്പോൾ എല്ലാ സൈഡിലും ഒരേപോലെ വെച്ചിട്ട് ഇത് കുത്തി കൊടുക്കുക. ഇത് നമ്മൾ മുമ്പ് ഒരു ടൈം വെച്ചായിരുന്ന എക്സോസ്റ്റ് ആയിരുന്നു. മൊത്തം ടൈം ഒരു 2 കൊല്ലത്തോളം വെച്ചുകൊണ്ടിരുന്നായിരുന്ന എക്സോസ്റ്റ് ആയിരുന്നു. പക്ഷേ പെട്ടെന്ന് ഇതിൻ്റെ മൈലേജ് ഭയങ്കരമായിട്ട് കുറയുകയും ചെയ്തു. പിന്നെ സൗണ്ട് ഭയങ്കര ഓവറായിട്ട് കൂടി. അതുകൊണ്ടാണ് ഇത് പിന്നെ മാറ്റിയത്. ഇപ്പോൾ നമ്മുടെ ഏകദേശം ഫുള്ള് വെച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മുടെ ക്യാപ്പ് വെച്ചിട്ട് ഇത് അടയ്ക്കാം. ഇതിൽ എല്ലങ്കി ബോൾട്ടാണ് വരുന്നത്. നിങ്ങൾക്ക് കുറച്ചും കൂടിയും ക്വാളിറ്റി ഉള്ള വൂള് വേറെ എവിടെന്നെങ്കിലും കിട്ടുന്നുണ്ടെങ്കിൽ അത് മേടിക്കുന്നതായിരിക്കും നല്ലത്. നമ്മുടെ മുമ്പത്തെ ഒരു എക്സോസ്റ്റിൽ ഈ വൂള് വെച്ച് കൊടുത്തിട്ട് അധികം കാലം നിന്നായിരുന്നില്ല. നമ്മുടെ ആദ്യം വെച്ച് കൊടുത്ത വൂളിൻ്റെ അത്രയ്ക്കും ലൈഫ് നിന്നായിരുന്നില്ല. പെട്ടെന്ന് കത്തിപ്പോണുണ്ടായിരുന്നു. അപ്പോൾ ഇനി നമുക്ക് ഇത് അടച്ചു വയ്ക്കാം. നമ്മൾ ഇവിടെയുള്ള ഒട്ടുമിക്ക കടകളിലും ഇരിഞ്ഞാലക്കുടയിലെ ഒട്ടുമിക്ക കടകളിലും അന്വേഷിച്ചിരുന്നു. അപ്പോൾ ഇതൊരു ഫില്ല് ചെയ്ത് തരില്ല എന്നും പറഞ്ഞു. അതുപോലെ തന്നെ ഈ സംഭവം കൂടെ കിട്ടാനില്ല എന്നും പറഞ്ഞു. അങ്ങനെയാണ് നമ്മൾ തൃശ്ശൂർ പോയിട്ട് ഇത് സെറ്റ് ചെയ്തത്. അപ്പോൾ നമ്മൾ അഴിച്ചപ്പോൾ 8 എല്ലങ്കി ബോൾട്ട് ഉണ്ടായിരുന്നു. പിന്നെ തിരിച്ചിടാനായിട്ട് നേരത്ത് അതിൻ്റെ എല്ലാത്തിൻ്റെയും ആ ഹോള് മാറിയിരിക്കുകയായിരുന്നു. അപ്പോൾ നമുക്ക് 3 എല്ലങ്കി ബോൾട്ടാണ് ഇടാൻ പറ്റുള്ളൂ. അപ്പോൾ എന്നാലും അത്യാവശ്യം നല്ല രീതിക്ക് സ്ട്രോങ് ആയിട്ട് തന്നെ അത് നിൽക്കണുണ്ടായിരുന്നു. അതുകൊണ്ട് പിന്നെ നമ്മൾ ബാക്കിയുള്ളത് ഇടണ്ടെന്ന് വെച്ചു. അത് കഴിഞ്ഞിട്ട് ഇത് നമുക്ക് ഇനി ഫിറ്റ് ചെയ്യാം. നമുക്ക് ഇനി ഫിറ്റ് ചെയ്തിട്ടുള്ള വീഡിയോ കാണാം. ഇത് നമ്മൾ യൂസ് ചെയ്തുകൊണ്ടിരുന്ന ടൈമിൽ ഏകദേശം 50-ന് നമുക്ക് മൈലേജ് കിട്ടിയായിരുന്നു ഫസ്റ്റ് ടൈം യൂസ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ. പിന്നെയാണ് ഒരടക്കിയത് ഒരു 39-38 അങ്ങനെ ഒരു രീതിക്ക് നല്ല രീതിക്ക് കുറഞ്ഞു. അപ്പോഴാണ് പിന്നെ ഈ എക്സോസ്റ്റ് മാറി നമ്മൾ സ്റ്റോക്കാക്കിയത്. പിന്നെ അത് അഴിക്കാനും വെക്കാനായിട്ട് ആ ഫുഡ് പെഗിൻ്റെ അവിടെ ആ ബോൾട്ടും പിന്നെ എക്സോസ്റ്റ് കൊടുക്കണം. ആ ബോൾട്ടാണ് അഴിക്കേണ്ടത്. അത് 17 പിന്നെ 10 അതിൻ്റെ സൈസുകൾ വരണത്. പിന്നെ അതിൻ്റെ സെൻറ്ററിലൊരു നീളമുള്ളൊരു ബോൾട്ട് ഉണ്ടായിരുന്നു 12-ൻ്റെ. അത് ഇടയ്ക്കിടയ്ക്ക് ഇത് മാറ്റാനും വെക്കാനുള്ള സൗകര്യത്തിന് വേണ്ടിയിട്ട് അത് അഴിച്ച് കളഞ്ഞേക്കായിരുന്നു. അപ്പോൾ ഇനി ഇത് വെച്ചിട്ട് ഇതിൻ്റെ സൗണ്ട് എങ്ങനെയുണ്ടെന്ന് നമുക്കൊന്ന് കേൾക്കാം. ഇതാണ് മോട്ടോർ ടോർക്കിൻ്റെ ലോഞ്ചർ വെച്ചിട്ടുള്ള നമ്മുടെ വണ്ടിയുടെ ഫൈനൽ ലുക്ക്. ഇനി നമ്മുടെ സൗണ്ട് ഒന്ന് കേട്ട് നോക്കാം. നമ്മൾ നേരിട്ട് കേൾക്കണ സൗണ്ടും അതുപോലെ തന്നെ ഈ ഫോണിൽ വീഡിയോയിൽ കേൾക്കണ സൗണ്ടും നല്ല വ്യത്യാസമുണ്ട്. എന്നാലും ജസ്റ്റ് ഒന്ന് കേട്ട് നോക്കിക്കോ. അപ്പോൾ ഓക്കെ, ബൈ.